ഇരട്ടത്തിരുന്നുകൊണ്ടാണ് ഈ ഒരു റിവ്യൂ പറയുന്നത്. പക്ഷേ ഇന്ന് മനസ്സ് നിറയെ വെളിച്ചമാണ്. വെളിച്ചത്തിനൊപ്പം തന്നെ ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് തുടങ്ങണം. ഈ സന്തോഷം നിങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ സൗണ്ടിൽ നിന്ന് എക്സ്പീരിയൻസ് ചെയ്യും. അതുകൊണ്ട് തൽക്കാലം സാധാരണ വീഡിയോയിലുള്ള ആ ഒരു സാധനം, എന്താണ് ആ സാധനം, ഞാൻ ആദ്യം ഇങ്ങോട്ട് നോക്കാം. സാധാരണ വീഡിയോയിലുള്ള ആ ഒരു സാധനം, ആ ഒരു ഔപചാരികത ഞാൻ അങ്ങോട്ട് വീഡിയോയാണ് വേണ്ട. ഇന്ന് ഞാൻ കുറച്ച് റോ ആണ്. ഇന്ന് എൻ്റെ മനസ്സിലുള്ള സന്തോഷമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. വെൽക്കം ടു ജോഡ് SPK. ഒരേ ഒരു രാജാവ്, ഒരേ ഒരു രാജാവ്. മലയാള സിനിമയ്ക്ക് ഇപ്പോൾ തീർച്ചയായിട്ടും പറയാൻ പറ്റുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണത്. കാരണം ഇപ്പൊ ഏതൊരു മോഹൻലാൽ ഫാനും തീർച്ചയായിട്ടും അടിവരയിട്ട് പറയും, ഇത് അയാളുടെയാണ്. നമ്മൾ KGF റോക്കിയുടെ എന്നൊക്കെ പറയുന്ന പോലെ മലയാള സിനിമ മോഹൻലാൽ എന്ന് പറഞ്ഞ് നടന്നതാണ്. ഇന്ന് അദ്ദേഹം അതൊന്നും കൂടെ പ്രൂവ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ഇത് ലാലേട്ടനെ തിരിച്ചു വരാനൊന്നുമല്ല. കാരണം തിരിച്ചു വരാനായിട്ട് അങ്ങേര് എങ്ങോട്ടും പോയിട്ടില്ല. അങ്ങേര് ഇവിടെ തന്നെയുള്ള ഒരാളാണ്. ഈ ഒരു ഇൻഡസ്ട്രിയിൽ രാജാവ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഒരേ ഒരു ഉത്തരവേ ഉള്ളൂ, ആൻഡ് ദാറ്റ് ഈസ് വൺ ആൻഡ് ഓൺലി മോഹൻലാൽ. ഇന്ന് ഈ ഒരു ദിവസം തുടരും എന്ന് പറഞ്ഞ സിനിമ നമ്മളിലേക്ക് എത്തിയപ്പം തീർച്ചയായിട്ടും അതൊരു സ്റ്റേറ്റ്മെൻറ്റും കൂടിയാണ്. ഓൾസോ ദിസ് ഇസ് എ സ്റ്റേറ്റ്മെന്റ് ഫോർ ദോസ് പീപ്പിൾ. കുറേ ആളുകളുണ്ട്, അതായത് ഞാൻ തീർച്ചയായിട്ടും മമ്മൂട്ടി എന്നുള്ള ഒരു ആക്ടർ അല്ലെങ്കിൽ മലയാള സിനിമയിലുള്ള മറ്റു പല ആക്ടേഴ്സിനെയും വളരെ നല്ല രീതിയിൽ ഫോളോ ചെയ്യുന്ന, അവരെ ഇഷ്ടപ്പെടുന്ന, ആരാധിക്കുന്ന ഒരാളാണ്. പക്ഷെ അതൊരിക്കലും അവരുടെ മറ്റുള്ള ഫാക്ടേഴ്സ് നോക്കിയിട്ട് അത് ഏത് മതക്കാരനാണ് എന്നുള്ള സംഭവങ്ങളൊന്നും നോക്കിയിട്ടല്ല. അപ്പം അങ്ങനെയുള്ള ചില താല്പര്യങ്ങളൊക്കെ മുൻനിർത്തിക്കൊണ്ട് അന്ധമായിട്ട് തലയും വാലുമില്ലാണ്ട് ഫാൻ ഫോളോയിങ് നടക്കുന്ന ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കയറുന്ന നിരങ്ങുന്ന കുറേ ആളുകളുണ്ട്. ഏതൊരു സിനിമയെ പറ്റിയിട്ടും അത് നമ്മളുടെ കൂട്ടക്കാരുടേതല്ലെങ്കിൽ അതിൻ്റെ അടിയിൽ പോയത് അശ്ലീലവും അസഭ്യവും വിളിച്ച് പറയുന്ന കുറേ ആളുകൾ. അവർക്കൊക്കെയുള്ള ഒരു മറുപടിയാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ്. തുടർന്നുകൊണ്ടേയിരിക്കും, നിർത്താൻ ഒരു ഭാവവുമില്ല. അതാണ് ഇന്നത്തെ സിനിമ തുടരും ബൈ തരുൺ മൂർത്തി. ഇന്ന് രാവിലെ 10 മണിക്ക് ഞാൻ ഈ സിനിമ കണ്ടതാണ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി വേറെ കുറച്ച് എൻഗേജ്മെന്റ്സ് ഉള്ളതുകൊണ്ട് എനിക്ക് ഇപ്പോഴാണ് ഒരു റിവ്യൂ അല്ലെങ്കിൽ ഒരു ഒപ്പീനിയൻ, ഞാൻ റിവ്യൂ നിന്നെ വിളിക്കുന്നില്ല, പറയാൻ സാധിച്ചത്. പക്ഷെ ആ സമയത്ത് കറണ്ടുമില്ല. എന്തായാലും ഇത് ഡിലേ ചെയ്യാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ കയ്യിലുള്ള ഒരു ലൈറ്റ് വെച്ചിട്ട് ആണ് ഇപ്പോൾ ഈ സംഭവം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം സ്പീക്കിംഗ് അബൌട്ട് തുടരുമിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ സ്റ്റാർഡം യൂസ് ചെയ്തൊരു സിനിമയാണ് ലൂസിഫർ അല്ലെങ്കിൽ എമ്പുരാൻ എന്നിപ്പോഴും ഞാൻ പറയുന്നു. എന്നാൽ പോലും ആ ഒരു ആക്ടറിൻ്റെ പൊട്ടൻഷ്യൽ യൂസ് ചെയ്യുന്ന സംഭവങ്ങൾ ആ സിനിമയ്ക്കകത്ത് തീർച്ചയായിട്ടും ഇല്ലായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. ഇപ്പോഴും അതിനെക്കുറിച്ച് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. തൽക്കാലം അതിന് നമുക്ക് ഒരു കുറച്ച് സമയം കൊടുക്കാം. കാരണം നമുക്ക് ഇന്ന് സംസാരിക്കാനുള്ളത് മോഹൻലാൽ എന്നുള്ളൊരു ആക്ടർ. പല ആളുകളും, പ്രത്യേകിച്ചും കുറേ സാഡിസ്റ്റുകൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് അദ്ദേഹത്തിൻ്റെ അഭിനയത്തെ കളിയാക്കിയിട്ട് അതിൽ ആനന്ദം കണ്ടെത്തി വളരെ നല്ല രീതിയിൽ കിടന്നുറങ്ങുന്ന കുറച്ച് ആളുകൾ ഇന്നും ഇനി കുറച്ച് ബാക്കിയുള്ള ദിവസങ്ങളും ഉറങ്ങാൻ പോകുന്നില്ല. കാരണം അവർക്ക് ഒരു സന്തോഷം കിട്ടാൻ പോകുന്നൊരു സാധനവും ഓൺലൈൻ പ്ലാറ്റ്ഫോംസിലും യൂട്യൂബിലും ഉണ്ടാവാൻ പോകുന്നില്ല. എല്ലാവരും ആ സിനിമ കണ്ടു കഴിഞ്ഞ എല്ലാ ആളുകളും ആ സിനിമയെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ പെർഫോമൻസിനെ കുറിച്ചും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേൾക്കുമ്പം ഈ പറഞ്ഞവർക്കൊന്നും ഉറങ്ങാൻ പറ്റില്ല. ഉറങ്ങണ്ട, കുറച്ച് കാലം ഉറങ്ങണ്ട. നിങ്ങൾ കുറേ കാലം ആനന്ദിച്ചതല്ലേ, എൻജോയ് ചെയ്തല്ലേ. അപ്പോൾ ഇനി പറയാൻ പോകുന്ന ലാലേട്ടനെ കുറിച്ചാണ്. കുറേ ആളുകൾ പറയുന്നു പഴയ ലാലേട്ടനെ തിരിച്ചു കിട്ടി, കുറേ ആളുകൾ പറയുന്നു ലാലേട്ടൻ്റെ അഭിനേതാവിനെ തിരിച്ചു കിട്ടാനും ഒന്നും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളൊരു വാസ്തവമാണ്. പക്ഷേ ഈ സിനിമയ്ക്കകത്ത് ലാലേട്ടൻ്റെ എല്ലാ എസൻസും ഉണ്ട്. കാരണം അദ്ദേഹത്തിലെ ആ ഒരു ഇമോഷണലി ഇമ്പാക്ട്ഫുൾ ആക്ടർ, ആ ഒരു സ്റ്റാർഡം അല്ലെങ്കിൽ ആ ഒരു ആക്ഷൻ പെർഫോമർ, അങ്ങനെ മറ്റു പല ഫാക്ടേഴ്സും ഉണ്ട്. നമ്മൾ ആ ഫേസിൽ നിന്നും വായിച്ചെടുക്കേണ്ടതായിട്ടുള്ള കുറേ എക്സ്പ്രഷൻസും കാര്യങ്ങളൊക്കെ പല സിനിമകൾക്കകത്ത് നമുക്കിപ്പോൾ കാണാൻ കിട്ടാറേ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ തുടരുമെന്നുള്ള സിനിമ കാണുമ്പോൾ നമുക്ക് പല മൊമെൻറ്റ്സിനകത്തും ശരിക്കും തിയേറ്ററിൽ ഇരുന്നുകൊണ്ട് ആ സിനിമ കാണുമ്പോൾ അത് എന്താണ്, യെസ് എന്നുള്ളൊരു സാധനം മനസ്സിൽ വന്നിട്ട് ആ അഭിനയത്തിന് കൈയടിക്കുന്ന ഒരു ഫിനോമിനനാണെന്ന് ഞാൻ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്തത്. കാരണം ശരിക്കും നമ്മൾ ചില മൊമെൻറ്റ്സിലൊക്കെ യെസ് ഇതിങ്ങനെ വേണമെന്ന് ആഗ്രഹിക്കുന്ന സാധനം അതുപോലെ വീഴുമ്പോഴുള്ള ആ ഒരു ആനന്ദം ഉണ്ടല്ലോ, ആ ഒരു പരമാനന്ദം കിട്ടിയതിൻ്റെ ആ ഒരു കിക്കിലാണ്. ആ കിക്കുള്ളത് കൊണ്ടാണ് ഇപ്പം ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത്. ഇനി സിനിമയുടെ മറ്റ് ഫാക്ടേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു അസാധാരണത്വവും ഇല്ലാത്തൊരു സിനിമ, അല്ലെങ്കിൽ ഒരു ഭയങ്കര ഭീകരമായിട്ടുള്ള ട്വിസ്റ്റും ടേണുകളൊന്നുമില്ല, അങ്ങനത്തെ ഒരു സിനിമയേ അല്ല ഈ തുടരൻ എന്ന് പറയുന്ന സിനിമ. പക്ഷേ ആ സിനിമയ്ക്കകത്തുള്ള കഥ, അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്, ഡയറക്ടർ എന്നുള്ളൊരു മനുഷ്യൻ്റെ ഒരു കൈവഴക്കം, ഒരു മൂന്നാമത്തെ സിനിമയാണ് നോക്കണം തരുൺ മൂർത്തിയുടെ. അപ്പോൾ ആ ഒരു സിനിമ അയാൾ ഹാൻഡിൽ ചെയ്ത രീതി, അയാൾ അതിനകത്തുള്ള കാസ്റ്റ് ഹാൻഡിൽ ചെയ്ത രീതി, അവർക്ക് കൊടുത്തിരിക്കുന്ന സ്പേസ്, എക്സെപ്ഷണലി ഒരു നെഗറ്റീവ് ക്യാരക്ടറിനെ പ്ലേസ് ചെയ്ത രീതി,
സിനിമയുടെ സ്കോറിംഗ് എന്ന് പറയുന്നത് ശരിക്കും ജേക്സ് ബിജോയ് എന്നുള്ള ആ ഒരു മ്യൂസീഷ്യൻ്റെ പൊട്ടൻഷ്യൽ ഒരു സിനിമ ഡിമാൻഡ് ചെയ്യുന്ന രീതിയിൽ വർക്ക് ചെയ്യുക എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു മ്യൂസിക് ഡയറക്ടറിന് വളരെ ചലഞ്ചിങ് ആണ്. ഇപ്പോൾ ചില സിറ്റുവേഷനകത്ത് ഇപ്പോൾ രവി ബസ്രൂർ അല്ലെങ്കിൽ അനിരുദ്ധ് ഇവരൊക്കെ ഫെയിൽ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരു പാറ്റേൺ പിടിച്ച് പോകാനേ അറിയുള്ളൂ. ദേ കനോട്ട് റിയലി ഡീവിയേറ്റ് ഫ്രം ദ പാറ്റേൺ. ഈ ഒരു സിനിമയിലേക്ക് വരുമ്പം ജേക്സ് ബിജോയ് ചെയ്തിരിക്കുന്നത് ഒരു സിനിമയ്ക്ക് അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടറിന് ആ ഒരു സിറ്റുവേഷൻ ആവശ്യമുള്ള രീതിയിലുള്ള സ്കോറിങ്, ഫസ്റ്റ് ഹാഫിലും സെക്കൻഡ് ഹാഫും തമ്മിലുള്ള സ്കോറിങ്ങിൻ്റെ ഒരു കോൺട്രാസ്റ്റ് തന്നെ നമ്മൾ നോക്കുമ്പം നമുക്ക് അത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. ഒരു മാസ്റ്റേഴ്സ് വർക്ക് തന്നെയായിരുന്നു എന്ന് തീർച്ചയായിട്ടും പറയാം. സിനിമയുടെ സൗണ്ട് ഡിസൈൻ വാസ് ഔട്ട്സ്റ്റാൻഡിങ്. പ്രത്യേകിച്ചും കാർഡ്, പിന്നെ എൻവയൺമെൻറ്റ് വരുമ്പം, പിന്നെ മറ്റ് പല ഫാക്ടേഴ്സും വരുമ്പം നമ്മളെ അത് ഫീൽ ചെയ്യിപ്പിക്കാൻ ആ സിനിമയ്ക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അതിൽ സൗണ്ടിന് ഉണ്ടായ ഒരു വലിയ ഒരു ഇമ്പാക്റ്റ് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. പിന്നെ സിനിമാറ്റോഗ്രഫി എഗെയിൻ ആ ഒരു സിനിമ എന്താണോ ഡിമാൻഡ് ചെയ്യുന്നത് അത് എക്സാക്ട്ലി കൊടുത്തിരിക്കുന്ന. പക്ഷേ ആ സിനിമയിൽ നമുക്ക് തീർച്ചയായിട്ടും പല ആളുകളും അവരുടെ ഒപ്പീനിയൻ പറഞ്ഞു കഴിഞ്ഞു. എനിക്ക് ഒരിക്കലും ഒരു പുലിമുരുകൻ വൈബ് എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ഈ സിനിമയ്ക്ക് ആക്ച്വലി ഇത് ഒട്ടും സൂട്ടാവുകയില്ല. മോഹൻലാലിൻ്റെ പെർഫോമൻസ് വരുമ്പോൾ ദിസ് ഇസ് നോട്ട് സംതിങ് ദാറ്റ് ഐ ഹാവ് സീൻ ഇൻ ലാസ്റ്റ് 20 years. കഴിഞ്ഞൊരു 20 വർഷമായിട്ട് ഞാൻ ഇങ്ങനത്തെ ഒരു സാധനം മോഹൻലാലിൽ നിന്ന് കണ്ടിട്ടില്ല. സോ ഐ റിയലി ഫീൽ സോ ഓണർ ടു സ്പീക്ക് അബൌട്ട് ദിസ് ഫിലിം. ഈ സിനിമയെക്കുറിച്ച് പറയാൻ പറ്റുന്നതിൽ തന്നെ എനിക്ക് ഭയങ്കര ഒരു അഭിമാനം, സന്തോഷമുണ്ട്. ആൻഡ് ഫൈനലി ഈ ഒരു സിനിമ റിലീസ് ചെയ്ത ഈ ഒരു പോയിന്റ്, കാരണം ഇൻഡസ്ട്രി, മലയാളം ഫിലിം ഇൻഡസ്ട്രി എന്ന് പറയുന്ന ആ ഇൻഡസ്ട്രിയിൽ ഒരു 300 കോടി ബിസിനസ് ചെയ്തൊരു സിനിമ വന്നു. ആ സിനിമയെപ്പറ്റി പല അഭിപ്രായങ്ങളും നിലനിൽക്കുന്നുണ്ടെങ്കിൽ പോലും സിനിമയുടെ പൊട്ടൻഷ്യൽ നമുക്ക് കാണിച്ചു തന്ന, സ്റ്റാർഡത്തിൻ്റെ പവർ നമുക്ക് കാണിച്ചു തന്ന എമ്പുരാന് ശേഷം റിലീസ് ചെയ്ത മോഹൻലാലിൻ്റെ സിനിമ. ഞാനൊരു കാര്യം പറയാം, മോഹൻലാൽ സിനിമയ്ക്ക് പോസിറ്റീവ് വന്നു കഴിഞ്ഞാൽ ബോക്സ് ഓഫീസ് കത്തും എന്നുള്ളൊരു ക്ലീഷേ ഡയലോഗ്, ആ ഡയലോഗ് സംഭവിക്കാൻ പോവുകയാണ്. ബോക്സ് ഓഫീസ് കത്തും, ആളിപ്പടരും. ആൻഡ് ദിസ് ഇസ് ഗോയിങ് ടു ബി എ ഗെയിം ചേഞ്ചർ. ഈ വീഡിയോ കണ്ടിട്ട് ഈ വീഡിയോയുടെ താഴെ വന്ന് കുരു പൊട്ടാൻ നിൽക്കുന്ന ആളുകളോട് ഞാൻ പറയാം, നിങ്ങൾ കുരു പൊട്ടിച്ചോ, ഒരു പ്രശ്നവുമില്ല. ഐ വിൽ എൻജോയ് ദാറ്റ്. ഞാൻ ശരിക്കും ഒരു സൈക്കോ ലെവലിൽ അതൊക്കെ ആനന്ദിക്കും. കാരണം ഇവറ്റകളുടെ കരച്ചിൽ കേൾക്കാൻ ഈ വളരെ രസമായിരിക്കും കുറച്ച് കാലത്തേക്ക്. ആ കരച്ചിൽ ഞാൻ എൻജോയ് ചെയ്യും. ആ കരച്ചിൽ എല്ലാ മോഹൻലാൽ ഫാനും കുറച്ച് ദിവസത്തേക്ക് എൻജോയ് ചെയ്യാൻ പോകണം. എനിവേസ്, ദിസ് ഇസ് മൈ ഒപ്പീനിയൻ. ദിസ് ഫിലിം തുടരും is going to be there for a while, and this is a masterpiece. Thank you very much.